ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 3 ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു. ഇത് 4th ഹെഡാണ്. ഇനി നമുക്ക് 5th ഹെഡായ അതർ സോഴ്സസ് പഠിക്കാനുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ PYQവും ക്ലാസ്സും കൂടിയാണ് ഇനി ഇടാൻ പോകുന്നത്. ക്ലാസ് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ PYQ എന്തായാലും നോക്കണം, അല്ലെങ്കിൽ MCQ എന്തായാലും നോക്കണം. എന്നാലാണ് കുറച്ചും കൂടി നമുക്ക് എക്സാമിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സും PYQവും ഇടുന്നതാണ്. എല്ലാവരും എല്ലാം കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ PYQ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം അതായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ എന്താണോ ഉള്ളത്, ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇപ്പോഴത്തെ സിലബസിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലാസ് ഒന്നും കൂടി കാണുക, ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുക, നിങ്ങളുടെ ലെക്ചർ നോട്ട് വായിക്കുക, PDF വായിക്കുക എന്നുള്ള കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് എല്ലാം കാണുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇൻകം ടാക്സിലെ ഹെഡ്സ് ഓഫ് ഇൻകം 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഈ 3 പഠിച്ചു. 4ാമത്തെ ഹെഡാണ് ഇത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ 4th ഹെഡ് ഓഫ് ഇൻകം. 4th ഹെഡ് ഓഫ് ഇൻകം ഏതാണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ കുറച്ച് എക്സെപ്ഷൻസും ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ബേസിസ് ഓഫ് ചാർജ്. ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. ദ ബേസിസ് ഓഫ് ചാർജ് ഈസ് ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അത് ഏത് ഹെഡിലാണ് ടാക്സബിൾ ആവുന്നത്? ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിലാണ് ടാക്സബിൾ ആവുന്നത്. ഇനി ഏതൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻ്റെ എലമെൻറ്റ്സ്? ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഈ 3 ആ സെക്ഷൻ 45(1) വരുന്നത്. ക്യാപിറ്റൽ അസറ്റ്, ട്രാൻസ്ഫർ, കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഇനി എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്? നോക്കി, ക്യാപിറ്റൽ അസറ്റ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഗെയിനുമാണല്ലോ നമ്മൾ ഇതിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ ടാക്സബിൾ ആക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. It means property of any kind held by an assessee, whether or not connected with his business or profession. ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആവാം, വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിട്ടോ റിലേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആകാം. പിന്നെന്താ പറയുന്നത്? However, it does not include, അതിൽ ഇൻക്ലൂഡ് അല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? It does not include stock in trade, consumable സ്റ്റോഴ്സ് എക്സെട്ര. അതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, പിന്നെ പേഴ്സണൽ ഇഫക്റ്റുകളായ ക്ലോത്ത്, ഡൊമസ്റ്റിക് യൂട്ടൻസിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എക്സെപ്റ്റ് ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്, പെയിൻറ്റിങ്, അതൊക്കെ ഉൾപ്പെടും. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഉൾപ്പെടില്ല. പിന്നെ പേഴ്സണൽ ഇഫക്റ്റായ ക്ലോത്ത്, ഡൊമസ്റ്റിക് യൂട്ടൻസിൽസ് ഉൾപ്പെടില്ല. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, റൂറൽ ഏരിയയിലാണെങ്കിൽ അത് ഉൾപ്പെടില്ല. പിന്നെ ഗോൾഡ് ബോൺസ് ഉൾപ്പെടില്ല, സ്പെഷ്യൽ ബെയറർ ബോൺസ് ഉൾപ്പെടില്ല, ഗോൾഡ് ഡിപ്പോസിറ്റ് ബോൺസും ഉൾപ്പെടില്ല. അപ്പോൾ ഇത്രയും എന്താണ്? ഉൾപ്പെടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രോപ്പർട്ടി ആവാം, അത് അസസിയുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആവാം, അത് കണക്റ്റഡ് വിത്ത് ഹിസ് ബിസിനസ്സോ പ്രൊഫഷനോ അല്ലെങ്കിൽ അല്ലാത്തതും ആവാം കേട്ടോ. അതാണ് ഒരു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന വേറൊരു കാര്യം, മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ഫിക്സഡ് ആവാം, ഫ്ലോട്ടിംഗ് ആവാം, അതൊക്കെ എന്താവാം? ക്യാപിറ്റൽ അസറ്റ് ആവാം. ഈ ക്യാപിറ്റൽ അസറ്റിൽ ഗുഡ് വിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ജ്വല്ലറി, ഷെയർസ്, മാനുഫാക്ചറിംഗ് ലൈസൻസ്, ലീസ് ഹോൾഡ് റൈറ്റൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ ക്യാപിറ്റൽ അസറ്റിൽ ഉൾപ്പെടാത്തത് അത് നമ്മൾ നോക്കി വെക്കണം കേട്ടോ. സ്റ്റോക്ക് ഇൻ ട്രേഡ് വരുന്നില്ല, പിന്നെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് വരുന്നില്ല. അതായത് നമ്മൾ എന്തെങ്കിലും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കൂലേ, അതൊന്നും എന്തിൽ വരില്ല? ഈ ക്യാപിറ്റൽ അസറ്റിൽ വരില്ല കേട്ടോ. തിങ്സ് ഫോർ സെല്ലിംഗ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ഓർത്ത് വയ്ക്കുക. പിന്നെ പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, ഇനി
ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ കണ്ടോ, എക്സെപ്റ്റഡ് ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, അതൊക്കെ പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ടാക്സിന് ലയബിലിറ്റി ഉണ്ട്. വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ പേഴ്സണൽ ഇഫക്റ്റ് ആൻഡ് ലയബിൾ ടു ടാക്സ്. ഏതൊക്കെയാണ് ഈ ബ്രാക്കറ്റിലിട്ടാണ്? എക്സെപ്റ്റ് ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഏതാണ്? ഗോൾഡ് ബോണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു. സ്പെഷ്യൽ ബെയറർ ബോണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഗോൾഡ് ഡിപ്പോസിറ്റ് ബോണ്ടിൻ്റെ കാര്യവും പറഞ്ഞു. അതായത് 1999 ഗോൾഡ് ഡിപ്പോസിറ്റ് സ്കീമിൻ്റെ കീഴിൽ വരുന്ന ഗോൾഡ് ഡിപ്പോസിറ്റ് ബോണ്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏത് ഗോൾഡ് ഡിപ്പോസിറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിൻ്റെ കൈൻഡ്സ് ഏതൊക്കെയാണ്? രണ്ടായിട്ടാണ്. ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് മോർ ദാൻ 36 months, 36 മാസത്തിൽ കൂടുതൽ വയ്ക്കാത്തതിനെയാണ് ഏത് പറയുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. Short term capital asset means a capital asset held by an assessee for not more than 36 months immediately before the date of transfer. അങ്ങനെയാണ് ഈ long term capital asset എങ്ങനെയായിരിക്കും നോക്കി. It means a capital asset held by an assessee for more than 36 months. More than 36 months ആണെങ്കിൽ അത് long term ഉം not more than 36 months ആണെങ്കിൽ അത് short term ഉം ആണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. However, in the case of listed securities or zero coupon bond, the period for which these should be held prior to their transfer is more than 12 months only in order to make them long-term capital asset. അതായത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഈ 36 monthsന് പകരം എന്ത് നോക്കിയാൽ മതി? 12 months എന്ന് പറയുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിൻ്റെ കേസിലാണ് നോട്ട് മോർ ദാൻ 12 months. ഏതിൻ്റെ കേസിൽ? ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ എന്ത്? ഫോർ മോർ ദാൻ 12 months ആണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ഇനി ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ് നോക്കാൻ പോകുന്നത്. Transfer means sale, exchange, relinquishment of the asset, compulsory acquisition under law, conversion into stock in trade, etc. ഇതൊക്കെ വരും. സെയിൽ വരും, എക്സ്ചേഞ്ച് വരും. ട്രാൻസ്ഫർ ഇൻ റിലേഷൻ ടു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സെയിൽ വരും, എക്സ്ചേഞ്ച് വരും, എക്സ്ചേഞ്ച് ഓഫ് ദ അസറ്റ് വരും, എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ്സ് അല്ലെങ്കിൽ കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. പിന്നെ അസറ്റിനെ എന്താണ് ഓണർ ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് മാറ്റുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഈ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റിൽ വരും. ഇനി മൂന്നാമത്തെ എലമെൻ്റ് ഏതായിരുന്നു? കമ്പ്യൂട്ടേഷൻ അല്ലേ? ആദ്യം പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. കമ്പ്യൂട്ടേഷനും രണ്ടായി തന്നെ നമ്മൾ പഠിക്കണം. ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേമും ഉണ്ട് അല്ലേ? ഇവിടെ ലോങ് ടേം എവിടെ? അല്ല, ഇതിൽ ലോങ് ടേം നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഡൺ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഫ്രം ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ റിസീവ്ഡ് ഓൺ ട്രാൻസ്ഫർ. എന്തൊക്കെ കുറയ്ക്കണം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന്. ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും പിന്നെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? കുറയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ എന്തിൻ്റെ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. However, the amount paid as security transaction tax is non-deductible. Security transaction tax എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അലൗഡ് അല്ല കേട്ടോ, ഡിഡക്ഷൻ ആയിട്ട് അത് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനിൽ എന്തൊക്കെ പറഞ്ഞു? ഇങ്ങനെ തന്നെ പഠിക്കുക. ഫ്രം ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഡിഡക്റ്റ്. എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഹോൾലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഓഫ് ദ അസറ്റ്. അങ്ങനെ 3 കാര്യങ്ങളാണ്. അത് എഴുതി തന്നെ വെച്ച് പഠിക്കുക കേട്ടോ, അലച്ചനോട്ട് എഴുതി പഠിക്കാം. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതിൽ വന്നിട്ടില്ല.
ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എങ്ങനെയായിരിക്കും കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്? ഫ്രം ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യുക. കൂടാതെ എക്സ്പെൻസുകൾ എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യുക. എക്സ്പെൻസുകൾ ഏതിൻ്റെയൊക്കെ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഹോളി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ, അതും ഡിഡക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻഡെക്സ്ഡ് എന്ന് വരുന്നത് ലോങ് ടേം എന്ന് ഓർത്ത് വയ്ക്കുക. ഇൻഡെക്സ്ഡ് ആണ് ലോങ് ടേം, മറ്റേത് രണ്ടും സെയിം ആണ്. ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, എക്സ്പെൻസ്. അത് തന്നെയാണ് ലോങ് ടേമിൽ വരുന്നത്. ലോങ് ടേമിൽ വരുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് വരുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ ഓർ ക്യാപിറ്റൽ ലോസ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ്സ്. ആദ്യം പറയുന്നത്, ഇഫ് ദ നെറ്റ് കൺസിഡറേഷൻ ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് സച്ച് ക്യാപിറ്റൽ അസറ്റ് എക്സീഡ്സ്, കൂടുകയാണെങ്കിൽ, നെറ്റ് കൺസിഡറേഷൻ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? The excess shall be deemed to be the short term capital gain. എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ആ എക്സസ് ആയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇഫ് ഓൾ ദ അസറ്റ്സ് ഓഫ് എനി block are transferred during the previous year and the net consideration exceeds, the excess shall be deemed to be the short term capital gain. If the net consideration കൂടുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും, the net consideration is less than actual cost ആണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ആയിരിക്കും. അത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അത് എക്സീഡ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും, ആക്ച്വൽ കോസ്റ്റിനേക്കാളും നെറ്റ് കൺസിഡറേഷൻ കുറവാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള, ആദ്യം നമ്മൾ പറഞ്ഞു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്? It means an amount which bears to the cost of acquisition the same proportion as cost inflation index for the year in which the asset is transferred bears to the cost inflation index for the first year in which the asset was held by the assessee. അല്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കി. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. അസറ്റ് എന്നാണോ സോൾഡ് ചെയ്തത് അതിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ വെൻ ദ അസറ്റ് വാസ് ഹെൽഡ്. എന്നാണോ ഹെൽഡ് ചെയ്ത ആ ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, അല്ലെങ്കിലോ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, വിച്ച് എവർ ഈസ് ലേറ്റർ. ഇതിലേതാണോ ഒന്നെങ്കിൽ 1/4/2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അസറ്റ് എന്നാണോ ഹെൽഡ് ചെയ്തത് ആ ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ 1/4/2001. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ എന്താ വരുന്നത്? അതും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ പ്രൊപ്പോർഷനായിട്ടാണ് കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ നോക്കിയേ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ഇംപ്രൂവ്മെൻറ്റ് ടു അസറ്റ് പ്ലേസ്. എന്നാണോ ഇംപ്രൂവ്മെൻറ്റ് നടത്തിയത് അന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇതിൻ്റെ എന്ത് പഠിക്കുക? ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി എന്താണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്? അതായത് നമുക്കിത് നോക്കാം. Cost inflation index for any year means such index as the central government may having regard to 75% of average rise in the consumer price index. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അർബനിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ എത്ര ശതമാനം? 75% ഓഫ് ആവറേജ് റൈസ്. ആരാ അത് നോക്കുന്നത്? ഇൻഡെക്സ് ആസ് ദ സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഫോർ ദ പ്രിസീഡിങ് ഇയർ നോട്ടിഫൈയിങ് ഇൻ ഇറ്റ്സ് ബിഹാഫ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫ്ലേഷൻ കാരണം അസറ്റിൻ്റെയൊക്കെ റൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എക്സ്പെക്റ്റഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് റൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. കൺസ്യൂമർ
പ്രൈസ് ഇൻഡെക്സിൻ്റെ ഒരു 75%, ആവറേജ് റൈസിൻ്റെ ഒരു 75% വെച്ചിട്ടാണ് ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കാനുള്ളത് ഏതാണ്? എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഫോർ അക്വയറിംഗ് ന്യൂ അസെറ്റ് ഓർ ഡിപ്പോസിറ്റിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഒന്നെങ്കിൽ പുതിയ അസറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിലോ അത് ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യുക? ഡിപ്പോസിറ്റ് ചെയ്യുക. അതിൻ്റെ ടൈമിൻ്റെ കാര്യമാണ്. ഏത് സെക്ഷനാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാവുന്ന 54H ആണ്. സെക്ഷൻ ഏതാണ്? 54H. If the transfer of original asset is by way of compulsory acquisition under any law and the compensation is not received on the date of transfer, then the period for acquiring new asset or for depositing or investing the amount shall be extended and the period shall reckon from the date of receipt of compensation. അതായത് ഇപ്പം കമ്പൽസറി ആയിട്ടാണ്, കമ്പൽസറി അക്വിസിഷൻ, ഇത് ലോയുടെ കീഴിലുള്ള കമ്പൽസറി അക്വിസിഷൻ ആണ് നടത്തിയിട്ടുള്ളതെങ്കിൽ, എന്നിട്ട് ആ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. The amount shall be extended and the period shall be reckoned from the date of receipt on compensation. കോമ്പൻസേഷൻ റെസിപ്റ്റിൻ്റെ ആ ഡേറ്റിലാണ് തുടങ്ങുന്നത് എന്ന കാര്യവും ഓർത്തു വയ്ക്കുക. അടുത്തത് ഇനിയും ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ് കുറച്ചുണ്ട് കേട്ടോ. ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ് അത് നമുക്ക് എന്ത് ചെയ്യാം? അത് കുറച്ചധികം, അത്ര അധികമൊന്നുമില്ല, എന്നാലും ഒരു 5-8 വരും. ഒന്ന് പറഞ്ഞു പോവാം അല്ലേ. സെക്ഷൻ 54 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ട്രാൻസ്ഫർ ആണ് വരുന്നത്. സെക്ഷൻ 54 റെസിഡൻഷ്യൽ ഹൗസിൻ്റെ ട്രാൻസ്ഫർ ആണ്. ആരാ അത് എൻറ്റൈറ്റിൽ ആയിട്ടുള്ളത്? ഇൻഡിവിജ്വലും HUF ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പിന്നെയോ ഹോൾഡിംഗ് പീരീഡ് ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലേ. വീടൊക്കെ ആകുമ്പോൾ റെസിഡൻഷ്യൽ ഹൗസ് ആകുമ്പോൾ എത്രയാണ്? 24 മന്ത്സിനും മുകളിലാണ് ഇത് വരിക. ക്യാപിറ്റൽ ഗെയിനിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ന്യൂ അസറ്റായിട്ട് നമുക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് ഇന്ത്യയിൽ തന്നെ വാങ്ങാം എന്നുള്ളത്. പിന്നെ എക്സംഷൻ കിട്ടുന്നത് എന്താണ്? എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ സെക്ഷൻ 54 റെസിഡൻഷ്യൽ ഹൗസിലാണ് വരുന്നത്. പിന്നെ 54B ഉണ്ട്. 54B അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കേസാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അഗ്രികൾച്ചറൽ ലാൻഡ്. ഇനി 54D എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, PDF കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യം പിന്നെ പറയാമെന്ന് വിചാരിച്ചു, അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമല്ലോ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആദ്യം മുതൽ പറയാം. എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യം സെക്ഷൻ പറയാം, പിന്നെ അസറ്റും പറയാം. സെക്ഷൻ 54 എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഹൗസ്. സെക്ഷൻ 54 ഏത് വരും? റെസിഡൻഷ്യൽ ഹൗസ്. 54B എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡാണ്. 54B അഗ്രികൾച്ചറൽ ലാൻഡ്. 54D ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. 54D ആണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ദെൻ 54EC ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. F വരുന്നത് എനി അതർ അസറ്റ്. എനി അസറ്റ് അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത അസറ്റാണ് എവിടെ വരുന്നത്? 54Fൽ വരുന്നത്. 54Fൽ. പിന്നെ 54G എന്ന് പറയുന്നത് അർബൻ ഏരിയയിലുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആണ് 54Gയിൽ വരുന്നത്. G. ഓക്കെ. ഇനി 54GB ഉണ്ട്. 54GBയിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് വരുന്നത്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയും ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെച്ച ലെക്ചർ നോട്ട് എന്ന രീതിയിൽ ആ സെക്ഷനും ആ കാര്യങ്ങളും ഏതാണോ അതിൽ അസറ്റ് ട്രാൻസ്ഫർ ആവുന്നത് അത്രയും മാത്രം ഒന്ന് എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമാണ്. ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? If the amount of capital gain under section 54, 54B, 54D, പിന്നെയോ 54D കഴിഞ്ഞിട്ട് 54F and 54G, 54PA അല്ല 54F and 54G is not utilized as required under the above respective section before the due date of furnishing the return on income, it shall be deposited by the assessee
before the due date for furnishing the return of income in an account opened under the capital gain account scheme. Capital gain account scheme എന്ത് ചെയ്യാൻ സാധിക്കും? അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അതിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ടാക്സിൽ നിന്ന് എക്സംഷനും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 54, 54B, 54D, 54F ആൻഡ് 54G അതിലെ ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഇൻകം റിട്ടേൺ ഫർണിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡ്യൂ ഡേറ്റിന് മുമ്പ് എന്ത് ചെയ്യുക? അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് നമുക്ക് എക്സംഷനും എലിജിബിൾ ആണ്. The amount deposited should be utilized for the specific purpose within the specified period. Otherwise, the exemption already granted shall be withdrawn to the extent of unutilized amount. അതായത് ആ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ആ സ്പെസിഫിക് പീരീഡിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിലോ എക്സംഷൻ ഗ്രാൻഡ് ചെയ്തത് വിഡ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിങ്ങിൽ. ഏത് ഹെഡ്? ഇൻകം ഹെഡ് അല്ലേ? 4th ഹെഡ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ട് ഒരു സമ്മറി എന്ന രീതിയിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഉണ്ട്, ഡിഡക്ഷൻ ആൻഡ് എക്സംഷനും ടാക്സ് പ്ലാനിങ്ങും ഇത്രയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ PYQയും ഇട്ട് പോകുന്നത്. ഇന്ന് എന്തായാലും ഒരു PYQ ഉണ്ടാവും, അല്ലെങ്കിൽ MCQ സെക്ഷൻ ഏതെങ്കിലും ഉണ്ടാവും. അപ്പോൾ 2 ക്ലാസ്സുകളും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ആ 25-ന് മുമ്പ് എന്തായാലും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ക്ലാസ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ PYQ കാണാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ PYQ നോക്കുക, ആ PYQ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ് ഒന്നും കൂടി പഠിക്കുക. അപ്പോൾ അതൊരു റിവിഷനും ആവും, കൂടാതെ ക്ലാസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനും നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.